നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും. ഇത്രയും വർഷമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു രൂപത്തിലെത്താൻ കഴിഞ്ഞില്ലല്ലോ, എന്തിന് ഇത്രയും വർഷം നമ്മുടെ വെറുതെ കളഞ്ഞു എന്നുള്ള ചിന്തകളൊക്കെ വരും. അതിനെ മറികടക്കുന്നവനാണ് വിജയിക്കുന്നത്. ഋഷീശ്വരന്മാരൊക്കെ എങ്ങനായിരുന്നു പണ്ട്? അന്ന് അവര് എഴുതി വെച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു സത്യമുണ്ട്, അതിനകത്തൊരു വലിയ സത്യമുണ്ട്. കാരണം പ്രവചനം എന്നും പ്രവചനം തന്നെയാണ്. ആ പ്രവചനം നമ്മൾ വെറുതെ അങ്ങ് പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളില് നമ്മളുടെ ഈ 1-2 ദിവസം കൊണ്ടല്ല നമ്മൾ ഈ പ്രവചനം നടത്തുന്നത്. അപ്പൊ നമ്മള് ഒരു ആണ് എന്റെ മനസ്സിൽ, എന്റെ ധ്യാനത്തിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അപ്പം അത് ജ്യോത്സ്യമായിട്ട് ഇതിനകത്ത് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. കാരണം ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മെത്തേഡ് വേറെ. നമസ്കാരം. ഇപ്പൊ നമ്മുടെ തലമുറ കൂടുതലും ശാസ്ത്രീയമായ കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്നത് പോലും ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇപ്പോ സാറ് ജ്യോതിഷമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഈ ആസ്ട്രോളജിയും മോഡേൺ സയൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പം ഞാന് ഈ പറഞ്ഞതുപോലെ പ്രവചനങ്ങളാണ് എന്റെ മനസ്സിൽ, എന്റെ ധ്യാനത്തിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അപ്പം അത് ജ്യോത്സ്യമായിട്ട് ഇതിനകത്ത് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. കാരണം ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മെത്തേഡ് വേറെയാണ്. അപ്പൊ ആ ഒരു മെത്തേഡില് നമ്മൾ പ്രയോഗിക്കാറില്ല. മെത്തേഡ് അവരവരുടേതായ ഒരു റൂട്ടുണ്ട്, അവരത് ഗണിച്ച് എടുത്തുമൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഗണിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ പ്രവചനമാണ്. അപ്പൊ ആ പ്രവചനത്തിൽ എന്ന് പറഞ്ഞത് അത് നിസ്സാരമായ ഒരു സംഭവങ്ങളല്ല. അത് മോൻ അറിയാതിരിക്കുമല്ലോ, മോൻ പഠിച്ചു കാണുമല്ലോ, ഋഷീശ്വരന്മാരൊക്കെ എങ്ങനായിരുന്നു പണ്ട്. അന്ന് അവര് എഴുതി വെച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു സത്യമുണ്ട്, അതിനകത്തൊരു വലിയ സത്യമുണ്ട്. കാരണം പ്രവചനം എന്നും പ്രവചനം തന്നെയാണ്. ആ പ്രവചനം നമ്മൾ വെറുതെ അങ്ങ് പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളില് നമ്മളുടെ ഈ 1-2 ദിവസം കൊണ്ടല്ല നമ്മൾ ഈ പ്രവചനം നടത്തുന്നത്. അപ്പൊ നമ്മള് ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടെന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും. അതായത് എന്താണ്, അതായത് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഇട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ അത് ചേർത്തിട്ട് ഭഗവാനുമായിട്ട് നമ്മളൊരു ആശയവിനിമയം. നമ്മൾ പ്രപഞ്ചത്തില്, പ്രകൃതിയിലൊരു ശക്തിയുണ്ട്. അത് ഇതിനകത്ത് കുറെ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഞാനത് പറയത്തുമില്ല. അത് നമ്മൾ പ്രവചനം നടത്തുന്നവരുടെ ഇതാണ്. അത് പലരും അത് ചുളിവിൽ അങ്ങനെ അത് അറിയാനും പാടില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഞാൻ കഷ്ടപ്പെട്ടും തപം ചെയ്തും വളരെ നിങ്ങളെല്ലാവരും വായ്ക്ക് കഴിക്കുകയും ശരീരസുഖങ്ങളും എല്ലാ സുഖങ്ങളും എടുത്താണ് ഇവരെല്ലാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരിടയിൽ ഞാൻ ഒരുപാട് വായ്ക്ക് രുചിയോ അല്ല സുഖസൗകര്യ ജീവിതങ്ങളൊന്നും നയിക്കുന്നവനാണ്. അപ്പൊ അത്രയും ഞാൻ ഈശ്വരനെ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്, ഭഗവാനെ തേടിക്കൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ ശക്തികളെയും സത്യങ്ങളെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മൾ തേടിക്കൊണ്ട് നമ്മൾ ഇത്രയും അത് 1-2 ദിവസങ്ങൾ കൊണ്ടോ 1-2 വർഷങ്ങൾ കൊണ്ടോ നടക്കുന്നതല്ല, ഒരുപാട് വർഷമെടുക്കും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും. ഇത്രയും വർഷമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു രൂപത്തിലെത്താൻ കഴിഞ്ഞില്ലല്ലോ, എന്തിന് ഇത്രയും വർഷം നമ്മുടെ വെറുതെ കളഞ്ഞു എന്നുള്ള ചിന്തകളൊക്കെ വരും. അതിനെ മറികടക്കുന്നവനാണ് വിജയിക്കുന്നത്. മനസ്സിലായല്ലേ? നമ്മൾ വിശന്ന് അലഞ്ഞ് ജന്മം ഇതായി എന്നാലും വേണ്ടില്ല, എന്റെ ജീവനുണ്ടല്ലോ, ജീവനുള്ളതും ഞാൻ പിടിച്ചു നിൽക്കും എന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ വിജയിക്കും. പക്ഷെ ഇതാണ് സത്യം. ഇപ്പൊ ചോദിച്ചതുപോലെ തന്നെ ഈ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോത്സ്യന്റേതായ ഒരു വഴി അതെന്ന് പറഞ്ഞാൽ ഒരു കബഡി നിരത്തി മറ്റുള്ള ഗണിതവും കാര്യങ്ങളും ഒക്കെയാണ്. ഈ നമ്മളുടേതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവചനമെന്ന് പറയുമ്പോൾ നമ്മളുടെ വരുന്ന കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നമ്മളൊരു വസ്തുവിനെ കണ്ടുകൊണ്ടല്ല നമ്മൾ പ്രവചിക്കുന്നത്. നമ്മൾ ഒരു ദിവസം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമ്മളൊരു 4-5 മണിക്കൂർ ഇങ്ങനെ ധ്യാനത്തിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാം വിട്ടാണ് പോകുന്നത്. ഇവിടെ എല്ലാം വിട്ടു പോകുമ്പോൾ എന്താണ് നമ്മൾ പ്രവചിക്കുന്നത്, ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഉൾക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ കാണുമ്പം എന്താണിത്, സത്യമാണോ എന്നൊരു അന്വേഷണം നടത്തും. മനസ്സിലായി? ഇതെന്താണ് ശരി, ഇങ്ങനെ കാണാൻ എന്താ കാരണം, ഇവിടെ എന്താ ഇങ്ങനെ കറുത്ത് കാണുന്നത്,
അല്ലെങ്കിൽ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ പോന്നെ എന്നൊരു അന്വേഷണം നമ്മൾ സ്വയം നടത്തി. അപ്പൊ ഉദാഹരണത്തിന് ഈ മരത്തിൽ ഇന്ന് കായ്ക്കുവോ അല്ലെങ്കിൽ ഇന്ന ഫലം തരുവോ എന്ന് നമുക്ക് ഇന്നത് തരും അത് തരുവോ അതിനുറപ്പുണ്ടോ എന്ന് നമ്മളുടെ ആ ശക്തിയായ ഒരു അന്വേഷണം നമ്മൾ നടത്തണം. അത് നമുക്ക് എങ്ങനെ അതിന്റെ മറുപടി കിട്ടുന്നു? നമുക്ക് അത് പ്രകൃതിയിൽ നിന്നും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ചിന്തകൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ സ്വർണം സ്വർണമായിട്ട് പണിഞ്ഞാൽ അത് ആഭരണമാവും ഇല്ല. അപ്പം അവിടെ എന്ത് ചെയ്യുന്നത്? കുറച്ച് ചെമ്പ് ചേർക്കും അല്ലേ? അപ്പൊ ചെമ്പ് ചേർക്കുമ്പം അതിന് ഒരു സ്വർണമായി. പക്ഷെ ആ സ്വർണം അല്ലാതായി മാറുന്നില്ലേ? സ്വർണം ഇല്ലേ? ഇല്ലേ? കയറുമ്പം അവിടെ കളങ്കപ്പെട്ടു അല്ലെ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചില വസ്തുക്കൾ കയറി വരും. അപ്പം നമ്മൾ അതിനെ സൂക്ഷ്മമായിട്ട് നമ്മൾ അതിനെ വീണ്ടും പഠിക്കണം. വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ അസാധമായ ആഴത്തിൽ പോയിട്ട് നമ്മൾ അത് വിദൂരങ്ങളിലാണ്. നമ്മൾ ഇപ്പം സൂര്യനെ കാണും. ഈ സൂര്യനേക്കാളൊക്കെ 1000 മടങ്ങ് അത്ര ഒരുപാട് മില്യൺ ദൂരങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്. അത് നമ്മുടെ ഉൾകൊണ്ട് നമ്മൾ പോകുന്നത് ഉള്ളുകൊണ്ട് നമ്മൾ അവിടെ പോകും. അങ്ങനെയാണ് ഇത്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ത്യാഗവും ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് കഷ്ടതകളും നമ്മൾ അനുഭവിച്ച് വേണം നമ്മളത് കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. അത് ജ്യോത്സ്യമായിട്ട് നമുക്ക് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതല്ല. സാറ് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അപ്പം വേറൊരു ആൾക്ക് ഇതുപോലെ കഴിയും. അത് ഞാൻ പറയാനായിട്ട് പോയതാ മോനെടുത്ത്. ഞാൻ പറയുന്ന മോനും കൂടെ പഠിച്ചോണം. കാരണം എന്താണെന്നറിയാ, നമ്മൾ ഒരിക്കലും ആരെയും ഒരു ആണിനെയും പെണ്ണിനെയും നമ്മളായിട്ട് ആത്മീയ വഴിയിലോട്ട് നമ്മൾ കൊണ്ടുപോകാം. അവർ സ്വയം തോന്നി. ഇപ്പം എന്റെ ഭാര്യയുടെ ആ ഒരു മൗനസമ്മതമല്ല, ഫുൾ സപ്പോർട്ട്, ഫുൾ മനസ്സ് ഉണ്ടെങ്കിലേ എനിക്കിത് ചെയ്യാൻ പറ്റും. അത് തന്നെങ്കിലേ, അതിന്റെ അനുവാദം കിട്ടിയെങ്കിലേ ഞാൻ ബലമായിട്ട് എനിക്ക് തന്നേ പറ്റൂ. അത് പറയണം ചേട്ടാ, എനിക്ക് ഹൃദയം നിറഞ്ഞ് പറയാം, എനിക്ക് പൂർണ്ണ ഇഷ്ടമാണ് ചേട്ടന്റെ ഈ കഷ്ടപ്പാടുകൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ദൈവത്തിനെ അറിയാൻ എന്നത് പറയും. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാണ്. ഈ ലോകത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, അത് ആത്മീയമായിട്ടാണെങ്കിലും ബുദ്ധി കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും നമ്മൾ അധ്വാനിച്ച് വേണം എല്ലാം നേടേണ്ടത്.